പോലീസ് ക്യാമ്പിലെ റിട്ടയർഡ് കമാൻഡിംഗ് ഓഫീസറായിരുന്ന രാമൻകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഡിവൈഎസ്പി ഓഫീസിലെ പോലീസുകാരന്റെ നേതൃത്വത്തിൽ 40ഓളം പേർ രാമൻകുട്ടിയുടെ വീട് വളഞ്ഞ് വീട്ടുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അതിനുശേഷമാണ് കൊലപാതകം നടത്തിയതെന്നും ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വസ്തുനിഷ്ഠമായ അന്വേഷണമുണ്ടായില്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ രാമൻകുട്ടിയുടെ വീട്ടിലേക്ക് ഫൈസൽ എന്ന് പറയുന്ന ബത്തേരി ഡിവൈഎസ്പി ഓഫീസിലുള്ള പോലീസുകാരൻ്റെ നേതൃത്വത്തിൽ 70ഓളം വ്യക്തികൾ രാത്രി 10:30 രാമൻകുട്ടിയുടെ വീട് വളഞ്ഞ് പ്രദേശവാസികൾ ആ സമീപത്തേക്ക് എത്തിയപ്പോൾ ഭീഷണിപ്പെടുത്തി അവരെ ഓടിക്കുകയും ശേഷം വീട്ടിൽ കയറി ഭാര്യയും മക്കളെയും കൊല്ലും, കാലുവെട്ടും എന്ന് ഭീഷണിപ്പെടുത്തി അതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ട് തൻ്റെ വീടിൻ്റെ പിൻഭാഗത്തോടി ഓടിപ്പോയ അല്ലെങ്കിൽ നടന്നുപോയ രാമൻകുട്ടിയെ പിന്നീട് കഴുത്തിൽ കല്ല് കെട്ടി താഴ്ത്തി കിണറ്റിൽ കൊല്ലപ്പെട്ട രീതിയിലാണ് അടുത്ത ദിവസത്തെ തിരച്ചിൽ പോലീസുകാരും